ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ LGS പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർക്കായിട്ടുള്ളൊരു ഓൾ ടോപ്പിക് മോക്ക് ടെസ്റ്റാണ്. നമ്മളൊരു 50 ക്വസ്റ്റ്യനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളെല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ എത്രയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. PSCയുടെ 10th ലെവൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ഹിമാലയ പർവ്വത മേഖലയിൽ ഭൂവൽക്കത്തിൻ്റെ കനം ഏകദേശം എത്ര കിലോമീറ്ററാണ്? ഹിമാലയ പർവ്വത മേഖലയിലെ ഭൂവൽക്കത്തിൻ്റെ കനം ഏകദേശം എത്ര കിലോമീറ്ററാണ്? ഉത്തരം ഓപ്ഷൻ സി 70 കിലോമീറ്റർ. ഓപ്ഷൻ സി 70 കിലോമീറ്റർ. ഭൂവൽക്കത്തിൻ്റെ ഏകദേശ കനം വരുന്നത് 40 കിലോമീറ്ററാണ്. അത് വൻകര ഭാഗങ്ങളിൽ 30 കിലോമീറ്ററും കടൽ തറകളിൽ 5 കിലോമീറ്ററുമാണ്. എന്നാൽ ഹിമാലയ പർവ്വത മേഖലയിൽ 70 കിലോമീറ്ററാണ് ഭൂവൽക്കത്തിൻ്റെ കനം വരുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലെ ചരിവ് എത്ര ഡിഗ്രിയാണ്? ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലെ ചരിവ് എത്ര ഡിഗ്രിയാണ്? ഓപ്ഷൻ എ 66.5 ഡിഗ്രി അല്ലെങ്കിൽ 66.5 ഡിഗ്രി. 66.5 ഡിഗ്രി. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? ഏതാണ്? ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ എ ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിലാണ് ഇവയെല്ലാം സംഭവിക്കുന്നത്. താഴെ പറയുന്നവയിൽ നിന്ന് അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏതെന്ന് കണ്ടെത്തുക. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം. ഓപ്ഷൻ ഡി ആരവല്ലി. ഓപ്ഷൻ ഡി ആരവല്ലി. മഞ്ഞുതീനി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏത്? മഞ്ഞുതീനി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം. ഓപ്ഷൻ ബി ചിനൂക്ക്. ഓപ്ഷൻ ബി ചിനൂക്ക്. അടുത്ത ചോദ്യം, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം. എത്ര രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്നത്? ഓപ്ഷൻ സി 7. ഓപ്ഷൻ സി 7. 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്നത്. താഴെ പറയുന്നവയിൽ ഉത്തരായനരേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ഉത്തരായനരേഖ കടന്നു പോകാത്ത സംസ്ഥാനം. ഓപ്ഷൻ ഡി മണിപ്പൂർ. ഓപ്ഷൻ ഡി മണിപ്പൂർ. 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായനരേഖ കടന്നു പോകുന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ത്രിപുര, മിസോറാം, പശ്ചിമ ബംഗാൾ. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ഓപ്ഷൻ സി ബംഗാളി. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? ഓപ്ഷൻ സി അഗസ്ത്യാർകൂടം. ഓപ്ഷൻ സി അഗസ്ത്യാർകൂടം. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ഓപ്ഷൻ ബി NH 766. NH 766. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച്. ഓപ്ഷൻ ഡി ആലപ്പുഴ ബീച്ച്. ഓപ്ഷൻ ഡി ആലപ്പുഴ ബീച്ച്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ചാണ് അഴീക്കോട് മുനിക്കൽ ഡോൾഫിൻ ബീച്ച്. കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം. കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 6. ഓപ്ഷൻ ബി 6. സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല. സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത്?
ഓപ്ഷൻ ഡി വയനാട്. ഓപ്ഷൻ ഡി വയനാട്. വയനാടിൻ്റെ സാക്ഷരതാ നിരക്ക് 89%. സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല കോട്ടയം. 97.2% കോട്ടയം ജില്ലയുടെ സാക്ഷരതാ നിരക്ക്. കേരളത്തിൻ്റെ പക്ഷിഗ്രാമം. കേരളത്തിൻ്റെ പക്ഷിഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ സി നൂറനാട്. ഓപ്ഷൻ സി നൂറനാട്. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെ? ഓപ്ഷൻ എ പട്ടം. ഓപ്ഷൻ എ പട്ടം. ആശ്രാമം കായൽ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ കായൽ ഏത്? ആശ്രാമം കായൽ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ കായൽ. ഓപ്ഷൻ സി അഷ്ടമുടിക്കായൽ. ഓപ്ഷൻ സി അഷ്ടമുടിക്കായൽ. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള കേരളത്തിലെ ദേശീയോദ്യാനം. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? ഓപ്ഷൻ ബി സൈലന്റ് വാലി. ഓപ്ഷൻ ബി സൈലന്റ് വാലി. കേരളത്തിൻ്റെ നെതർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിൻ്റെ നെതർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം. ഓപ്ഷൻ എ കുട്ടനാട്. ഓപ്ഷൻ എ കുട്ടനാട്. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ആരാണ്? ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഏതാണ്? പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ദിരാഗാന്ധി 20 പരിപാടി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് ഇന്ദിരാഗാന്ധി 20 പരിപാടി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്? ഓപ്ഷൻ സി 5-ാം പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ സി 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ പദ്ധതിയാണ് 20 പരിപാടി. താഴെ പറയുന്നവയിൽ 8-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? 8-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നു. ദേശീയ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നു. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായി. കേരളത്തിൽ ജനകീയ ആസൂത്രണം നിലവിൽ വന്നു. ഇവയിൽ ഏതാണ് 8-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത്? ഓപ്ഷൻ ബി ദേശീയ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നു എന്നുള്ളതാണ് 8-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത്. ദേശീയ പരിസ്ഥിതി സംരക്ഷണ നിയമം 7-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നടപ്പിലാക്കിയത്, 1986. മറ്റുള്ളവയെല്ലാം നടപ്പിലാക്കിയത് 8-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. 2015 ജനുവരി 1 നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നു. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ രാഷ്ട്രപതിയാണ്. നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഇവയിലെ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? ഓപ്ഷൻ എ 1, 2, 4 പ്രസ്താവനകൾ ശരിയാണ്. 3-ാമത്തെ പ്രസ്താവന തെറ്റാണ്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ രാഷ്ട്രപതിയല്ല, പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ഏത്? റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ഏതാണ്? ഓപ്ഷൻ ബി എണ്ണപ്പന. ഓപ്ഷൻ ബി എണ്ണപ്പന. അപ്പോൾ ഇതൊന്നും എല്ലാവരും ഓർത്ത് വെച്ചേക്കുക. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പന. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവ. അടുത്ത ചോദ്യം, RBIയുടെ 25-ാമത്തെ ഗവർണർ ആരാണ്? RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 25-ാമത് ഗവർണർ ആരാണ്? ഓപ്ഷൻ സി ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസ്.
GSTയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി. GSTയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി 101 ഭരണഘടനാ ഭേദഗതി. 101 ഭരണഘടനാ ഭേദഗതി. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം. ഹരിത വിപ്ലവത്തിന് ആരംഭം കുറിച്ച രാജ്യം ഏത്? ഓപ്ഷൻ സി മെക്സിക്കോ. ഓപ്ഷൻ സി മെക്സിക്കോ. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റിയ നിയമം. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റിയ നിയമം ഏത്? ഓപ്ഷൻ ഡി ചാർട്ടർ ആക്ട് 1833. ചാർട്ടർ ആക്ട് 1833. ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ എ BN റാവു. ഓപ്ഷൻ എ BN റാവു. അടുത്ത ചോദ്യം, ബഹിഷ്കൃത ഹിതകാരിണി സഭയുടെ സ്ഥാപകൻ. ബഹിഷ്കൃത ഹിതകാരിണി സഭയുടെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ ബി BR അംബേദ്കർ. ഓപ്ഷൻ ബി BR അംബേദ്കർ. 1924 അദ്ദേഹം ഈ സംഘടന സ്ഥാപിച്ചത്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടുകൂടി പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏത്? മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടുകൂടി പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം. ഓപ്ഷൻ ഡി അനുച്ഛേദം 17. ഓപ്ഷൻ ഡി അനുച്ഛേദം 17. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവയ്ക്കെതിരായിട്ടുള്ള അനുച്ഛേദമാണ് അനുച്ഛേദം 17. ഭരണഘടനയുടെ 32-ാം അനുച്ഛേദ പ്രകാരം റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ള കോടതി. ഓപ്ഷൻ എ സുപ്രീം കോടതി. 32-ാം അനുച്ഛേദം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം കൊടുക്കുന്നു. 226-ാം അനുച്ഛേദം ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്നു. താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ തിരഞ്ഞെടുക്കുക. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളെ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ? ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി 1ഉം 4ഉം, അതായത് കാൽസിഫെറോളും റെറ്റിനോളും. കാൽസിഫെറോൾ എന്ന് പറയുമ്പോൾ ജീവകം ഡി, റെറ്റിനോൾ ജീവകം എ. ജീവകം ഡിയും ജീവകം എയും. അടുത്തത്, വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ ലഭിക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി. വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ ലഭ്യമാക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ആശ്വാസ്. ഓപ്ഷൻ എ ആശ്വാസ്. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരം. ശ്വാസകോശത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന ഇരട്ട സ്തരം ഏത്? ഓപ്ഷൻ ഡി പ്ലൂറ. ഓപ്ഷൻ ഡി പ്ലൂറ. അടുത്ത ചോദ്യം, പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ്. ഓപ്ഷൻ ഡി 120 ഡിഗ്രി സെൽഷ്യസ്. 120 ഡിഗ്രി സെൽഷ്യസ്. പ്രാഥമിക വർണ്ണങ്ങളായ പച്ച, നീല, ചുവപ്പ് എന്നീ വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറം. പ്രാഥമിക വർണ്ണങ്ങളായ പച്ച, നീല, ചുവപ്പ് എന്നിവ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറം. ഓപ്ഷൻ ബി വെള്ള. ഓപ്ഷൻ ബി വെള്ള. പ്രകാശപ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം. പ്രകാശപ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം ഏത്? ഓപ്ഷൻ എ അപവർത്തനം. ഓപ്ഷൻ എ അപവർത്തനം. ഗാൾട്ടൺ വിസിലിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ശബ്ദതരംഗം. ഗാൾട്ടൺ വിസിലിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ശബ്ദതരംഗം ഏത്? ഓപ്ഷൻ ബി അൾട്രാസോണിക്. ഓപ്ഷൻ ബി അൾട്രാസോണിക്. നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഓപ്ഷൻ ഡി ഓക്സാലിക് ആസിഡ്. ഓപ്ഷൻ ഡി ഓക്സാലിക് ആസിഡ്. സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം. സൗരസെൽ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മൂലകം.
ഓപ്ഷൻ സി സിലിക്കൺ. ഓപ്ഷൻ സി സിലിക്കൺ. വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം. വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം ഏത്? ഓപ്ഷൻ ഡി നൈട്രോജൻ. ഓപ്ഷൻ ഡി നൈട്രോജൻ. അക്വാ റീജിയയിലെ നൈട്രിക് ആസിഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും അനുപാതം. ഓപ്ഷൻ ബി 1:3. ഓപ്ഷൻ ബി 1:3. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി താഴെ പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ സി ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം. ഓപ്ഷൻ ഡി 1664. ഓപ്ഷൻ ഡി 1664. കേരളം ഒരു ഭ്രാന്താലയമെന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര്? കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ഓപ്ഷൻ ബി സ്വാമി വിവേകാനന്ദൻ. ഓപ്ഷൻ ബി സ്വാമി വിവേകാനന്ദൻ. പൊതുനിരത്തിൽ കൂടി താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കാൻ അവകാശം നിഷേധിച്ചിരുന്ന സമ്പ്രദായത്തെ ചോദ്യം ചെയ്യാൻ അയ്യങ്കാളി സംഘടിപ്പിച്ച സമരം. ഓപ്ഷൻ സി വില്ലുവണ്ടി സമരം. ഓപ്ഷൻ സി വില്ലുവണ്ടി സമരം. അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം. അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം. ഓപ്ഷൻ ബി 1918. ഓപ്ഷൻ ബി 1918. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് സംഭാവന ചെയ്ത ആശയങ്ങളിൽ പെടാത്തത്. ഫ്രഞ്ച് വിപ്ലവം സംഭാവന ചെയ്ത ആശയങ്ങളിൽ പെടാത്തത് ഏത്? ഏതൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് സംഭാവന ചെയ്ത ആശയങ്ങൾ? സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നിവയല്ലേ. അപ്പോൾ അതിൽ പെടാത്തത് ഏതാണ്? ജനാധിപത്യം. ജനാധിപത്യം എന്ന ആശയമാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സംഭാവനകളിൽ പെടാത്തത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ? ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ള മുദ്രാവാക്യം ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ള മുദ്രാവാക്യം ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. മഹത്തായ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്ന വിപ്ലവം ഏത്? മഹത്തായ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്ന വിപ്ലവം ഏതാണ്? ഓപ്ഷൻ എ രക്തരഹിത വിപ്ലവം. രക്തരഹിത വിപ്ലവത്തിൻ്റെ മറ്റൊരു പേരാണ് മഹത്തായ വിപ്ലവം എന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.